ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വളരെ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ എറ്റ്സെട്ര. വോൾട്ടേജ് റെഗുലേഷനും അതേപോലെ തന്നെ എഫിഷ്യൻസിയും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രീ ഡിറ്റർമൈൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ്. അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഫുള്ള് കണക്ട് ചെയ്യുമ്പോഴുള്ള ടെർമിനൽ, ഔട്ട്പുട്ട് ടെർമിനൽ, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് മൈനസ് ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോഴുള്ള സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്, അങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് ഫുള്ള് ലോഡ് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യണം. ഫുള്ള് ലോഡ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എനർജി ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചിലവാക്കാതെ ഫുള്ള് ലോഡ് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ എനർജിയൊക്കെ വേസ്റ്റാക്കി നമ്മൾ ടെസ്റ്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും. അവിടെ യൂസ് ചെയ്യാനൊന്നുമല്ല, എഫിഷ്യൻസി കണ്ടുപിടിക്കാനും വോൾട്ടേജ് റെഗുലേഷൻ കാണാനുമാണ്. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും എനർജി നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു മെത്തേഡല്ല. അപ്പോൾ പിന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്യാം. ലോഡൊന്നും കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് ടെസ്റ്റുകൾ വെച്ചുകൊണ്ട്, രണ്ട് ടെസ്റ്റുകളെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ എക്സാമിന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കും SCOC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുതേണ്ട കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ രണ്ട് ടെസ്റ്റുകളാണ് രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം. ഒന്നാമത്തെ ടെസ്റ്റിനെ പറ്റി പറയുകയാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സാധാരണ നമ്മുടെ ഷോർട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചിത്രം, ഫിഗർ, സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോറും വൈൻഡിങ്സും, പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നോ ലോഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എവിടെ ലോഡ് കണക്ട് ചെയ്യുക? സെക്കൻഡറിയിൽ. അതുകൊണ്ടാണ് സെക്കൻഡറി എന്നുള്ള പേര് വന്നത്. സെക്കൻഡറിയിൽ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്, ഓപ്പൺ സർക്യൂട്ടാണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ചിത്രം ശ്രദ്ധിക്കുക, ഓപ്പൺ സർക്യൂട്ട് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ്, ഈ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കണക്ട് ചെയ്യാത്തപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൽ എത്രത്തോളം ലോസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അഥവാ നോ ലോഡ് ലോസ് ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന് പിന്നെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് LV സൈഡ്, മറ്റേ സൈഡ് HV സൈഡ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പ്രൈമറി സെക്കൻഡറി എന്നുള്ള കാര്യം നമുക്ക് വിടാം. ഓക്കെ. നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങുകളെ നമുക്ക് ഒന്നുകിൽ ലോ വോൾട്ടേജ് വൈൻഡിങ്, ഹൈ വോൾട്ടേജ് വൈൻഡിങ്, ഇപ്പോൾ ലോ വോൾട്ടേജ് സൈഡ്, ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറയും. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഏത് സൈഡാണ്? ഹൈ വോൾട്ടേജ് സൈഡാണ്. ഇത് ഓർത്ത് വെക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ എവിടെ വെക്കണം എന്നുള്ള ചോദ്യം ഹൈ വോൾട്ടേജാണ് ഓപ്പൺ സർക്യൂട്ടാക്കി വെക്കേണ്ടത്. അതാണ് ചിത്രത്തിൽ കാണാം, ഹൈ വോൾട്ടേജ് ഓപ്പൺ സർക്യൂട്ടാക്കി വെച്ചു. ഇനി ഇതേപോലെ ലോ വോൾട്ടേജ് സൈഡ്, LV സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെയാണ് നമ്മൾ ഈ മീറ്ററുകളും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തത്. അമ്മീറ്റർ കണക്ട് ചെയ്തു, വാട്ട് മീറ്റർ കണക്ട് ചെയ്തു, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു, അവിടെ നമ്മൾ സപ്ലൈ കൊടുത്തു. ഓക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറയും, അല്ലെങ്കിൽ മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അഥവാ നോ ലോഡ് ടെസ്റ്റിൽ ഓപ്പൺ സർക്യൂട്ടാക്കി വെക്കുന്നത് ഹൈ വോൾട്ടേജിലും, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അഥവാ മീറ്റേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നത് അതെവിടെയാണ്? LV ലോ വോൾട്ടേജ് സൈഡിലുമാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമ്മുടെ ഈ വാട്ട് മീറ്റർ എന്തിനാണ് കണക്ട് ചെയ്തത്? ഇങ്ങനെ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് വാട്ട് മീറ്ററിൽ എത്ര റീഡിങ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ സപ്ലൈ കൊടുക്കുമ്പോൾ വാട്ട് മീറ്ററിൽ എത്ര റീഡിങ് കിട്ടുന്നുണ്ട് നോ ലോഡിൻ്റെ സമയത്ത്, ഈ റീഡിംഗ് ആണ് നോ ലോഡ് ലോസസ് എന്ന് പറയുന്നത്. അതായത് ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോൾ ഈ ടെസ്റ്റ് നടത്തി നമുക്ക് വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് എത്രത്തോളം പവർ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ പവർ എന്തിനാണ് കാണിക്കുന്നത്? ആ പവർ കാണിക്കുന്നത് ലോഡ് കണക്ട് ചെയ്യാത്തപ്പോഴുള്ള ലോസസിനെയാണ്, അഥവാ നോ ലോഡ് ലോസസിനെയാണ്. നമുക്കറിയാം ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോഴുള്ള ലോസിനെ നമ്മൾ വിളിക്കുന്ന പേര് അയേൺ ലോസ് എന്നാണ്, അല്ലെങ്കിൽ കോർ ലോസ് എന്നാണ്. കോറിൽ ഫ്ലെക്സ് ഉണ്ടാകുന്ന കാരണമുള്ള ലോസാണ്. നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ കോറിൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ലോഡ് കണക്ട് ചെയ്താലും, ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും, പകുതി ലോഡ് കണക്ട് ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിലും, മുക്കാൽ ലോഡ്, കാൽ ലോഡ്, എത്ര ലോഡ് കണക്ട് ചെയ്താലൊക്കെയും നമുക്കറിയാം ഫ്ലെക്സ് കോൺസ്റ്റൻ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു സംഭവമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സ് കോൺസ്റ്റൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഈ അയൺ ലോസും എന്തായിരിക്കും? കാരണം ഫ്ലെക്സിനനുസരിച്ച് അയൺ ലോസ്, ഫ്ലെക്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അയൺ ലോസും കോൺസ്റ്റൻ്റ് ആണ്. അഥവാ
ലോഡ് കണക്ട് ചെയ്യാത്തപ്പോഴും ലോഡ് ഫുള്ള് കണക്ട് ചെയ്യുമ്പോഴും ഹാഫ് ലോഡാണെങ്കിലൊക്കെയും കിട്ടുന്ന അയൺ ലോസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ എങ്ങനെ കിട്ടിയത്? നോ ലോഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അയൺ ലോസ് മാത്രമേ നോ ലോഡിൻ്റെ സമയത്തുള്ളൂ. കോപ്പർ ലോസ് വളരെ തുച്ഛമായിട്ടുള്ള കോപ്പർ ലോസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം പൂർണ്ണമായിട്ടും അയൺ ലോസ് ആണ് എപ്പോഴുള്ളത്? നോ ലോഡിൻ്റെ കേസിൽ. അപ്പോൾ നോ ലോഡ് ചെയ്ത് കിട്ടുന്നത് അയൺ ലോസ് ആണ്. ഈ അയൺ ലോസ് തന്നെയായിരിക്കും ഇനി ഫുൾ ലോഡ് കണക്ട് ചെയ്താലുണ്ടാവുക. അപ്പോൾ നമുക്ക് അയൺ ലോസ് കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് ഉപയോഗിക്കുക. എന്നിട്ട് പറയാം ഫുൾ ലോഡ് കണക്ട് ചെയ്താലും ഇതന്നെ കിട്ടുക. കാരണം എന്താ? അയൺ ലോസ് ഏത് ലോഡിലാണെങ്കിലും സെയിം ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് മീറ്റർ എന്ത് ചെയ്യുന്നു? നോ ലോഡ് ലോസസിനെയാണ് റീഡ് ചെയ്യുന്നത്, അഥവാ അയൺ ലോസിനെയാണ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോഡിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ഇംപെഡൻസ് ടെസ്റ്റ്, SC ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഫിഗർ നോക്കുക. ഫിഗർ നോക്കുന്ന സമയത്ത് ഈ ഫിഗറിൽ ഇവിടെ LV അഥവാ ലോ വോൾട്ടേജ് സൈഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തിക്ക് വയർ വെച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ നമ്മുടെ മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്തത്, അഥവാ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇതേത് ടെസ്റ്റാണ്? ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ലോ വോൾട്ടേജ് സൈഡ്. മീറ്റർ കണക്ട് ചെയ്തത്, അഥവാ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് സൈഡിൽ. ഇത് മറന്നു വരുത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താ? ഇതിൻ്റെ മെയിൻ പർപ്പസ് കോപ്പർ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോപ്പർ ലോസ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന R01, X01, Z01 പോലുള്ള സംഭവങ്ങൾ. R01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസും വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസും സെക്കൻഡറിയിലുള്ളത് പ്രൈമറിയിലേക്ക് റെഫർ ചെയ്ത് അതും രണ്ടും കൂടെ കൂട്ടിയത് R1 + R2 അതാണ് R01. X01 എന്ന് പറഞ്ഞാലോ X1 + X2 Z01 എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും കൂടെ അതിൻ്റെ കോമ്പിനേഷൻ ഇംപെഡൻസ്. ഓക്കെ, അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പർ ലോസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് എന്താ? ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ നോ ലോഡ് അയൺ ലോസ് കിട്ടും. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ ലോസ് കിട്ടും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലോസുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ലോസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലോസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കാണാം. അതെന്തുകൊണ്ടാണ്? കാരണം എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറാണ്. ഈ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുത്ത സാധനമാണ് ഔട്ട്പുട്ടായിട്ടും മാറുന്നത്. കുറച്ച് ഔട്ട്പുട്ടായിട്ട് മാറും, ബാക്കി കുറച്ച് ലോസ് ആയിട്ട് മാറും അല്ലേ? ഇൻപുട്ട് എന്ത് ചെയ്യും? കുറച്ച് ലോസ് ആയിട്ട് മാറും, ബാക്കിയുള്ളൊക്കെ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ സമ്മാണ്? ഈ ലോസുകളുടെയും ഔട്ട്പുട്ടിൻ്റെയും സമ്മാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. കാരണം ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ടായിട്ടും ലോസ് ആയിട്ടും മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇൻപുട്ട് പവർ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്നുള്ളതിന് പകരം ഔട്ട്പുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടും, നമുക്കറിയും. അപ്പോൾ ലോസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? എഫിഷ്യൻസി ആണ്. ഓക്കെ അല്ലേ? ഇതേപോലെ R01 X01 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തും കിട്ടും? വോൾട്ടേജ് റെഗുലേഷനും കിട്ടും. അപ്പോൾ ഇതുവഴി നമ്മൾ ഈ 2 ലോസുകളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതായത് 2 ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾ 2 ലോസുകൾ കണ്ടുപിടിച്ചു. R01 X01 ഒക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് എഫിഷ്യൻസിയും വോൾട്ടേജ് റെഗുലേഷനും. അപ്പോൾ ഇതാണ് പ്രീ ഡിറ്റർമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാലും SC ടെസ്റ്റ് OC ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതേണ്ടത്. ഇതേപോലെയുള്ള സംഭവമാണ് ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിലുള്ള ലോസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്, സ്റ്റേഷനറി ഡിവൈസാണ്, മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ലോസസ്, ഇനി ഫ്രിക്ഷൻ പോലുള്ള വിൻറ്റേജ് ലോസസ് ഇതെല്ലാം ഒഴിവാകും. അപ്പോൾ ഇവിടെ ആകെയുള്ളത് കോപ്പർ ലോസും അയൺ ലോസും മാത്രമേ ഉള്ളൂ. ഈ അയൺ ലോസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് കോർ ലോസ് എന്ന് പറയുന്നത്. കോറിലുണ്ടാകുന്ന ലോസാണ്. അപ്പോൾ അയൺ ലോസിനെ പറ്റി ആദ്യം പറയാം. ഈ അയൺ ലോസ് അഥവാ കോർ ലോസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഹിസ്റ്ററിസിസ് ലോസ്, രണ്ടാമത്തത് എഡി കറണ്ട് ലോസ്. അപ്പോൾ ഈ അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം കൂടെ പറയാനുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് ലോസാണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ലോസ്? കാരണം ഫ്ലെക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഫ്ലെക്സ് കാരണമാണ് ഈ ലോസ് ഉണ്ടാകുന്നത്. ഫ്ലെക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലോസും കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, WH ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B maximum raised to 1.6 into F into V വാട്ട്. എഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇസ് പ്രൊപ്പോർഷണൽ ടു B maximum സ്ക്വയർ F സ്ക്വയർ T സ്ക്വയർ വാട്ട്. പ്രത്യേകം ഓർക്കുക, ഇതിൽ രണ്ടിലും പിന്നെ ഒന്നാമത്തേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B maximum ഫ്ലെക്സ് ഡെൻസിറ്റിയാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സ് ഡെൻസിറ്റി മാക്സിമം, അതിൻ്റെ റേസ് ടു ആണ് 1.6 ഉള്ളത്. Fലല്ല, F റേസ് ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ്? ഈ കോർ ലോസ്, അയൺ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോ ലോഡ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
ഇനി ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കണമെങ്കിൽ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്താൽ മതി. അതായത് സ്റ്റീലിൽ 4% സിലിക്കൺ ആഡ് ചെയ്യാം. അപ്പോൾ ഈ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സിലിക്കൺ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടക്ടിവിറ്റി കുറയ്ക്കും. നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കണ്ടക്ടിവിറ്റി കുറയ്ക്കും. കണ്ടക്ടിവിറ്റി കുറയ്ക്കുമ്പോൾ എഡി കറണ്ട് ലോസും കാര്യങ്ങളും കുറയും. അതുപോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് കുറയും. 4% ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒരുപാട് സിലിക്കൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം ബ്രിട്ടിലായിപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ 4% സിലിക്കൺ അല്ലെങ്കിൽ 4 to 5% സിലിക്കണാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ എഡി കറണ്ട് ലോസ് വീണ്ടും കുറയ്ക്കാനായിട്ട് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്, ഈ കോർണർ ലാമിനേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നതാണ് കോപ്പർ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിലുള്ള റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ലോസാണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I² R ആണ്. അപ്പോൾ കോപ്പർ ലോസ് നമുക്ക് പറയാം പ്രൊപ്പോർഷണൽ ടു I² അഥവാ കറണ്ടിൻ്റെ സ്ക്വയർ ആണെന്ന് പറയാം. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു കോൺസ്റ്റൻറ്റ് ലോസ് അല്ല, വാരിയബിൾ ലോസാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. പിന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയ്ക്കുള്ള മറ്റൊരു ചോദ്യമാണ് ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ ഒന്നുമില്ല, നമ്മുടെ 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ടാകും. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും ഡെൽറ്റ ആണെന്ന് വിചാരിക്കുക. ഈ 3 ഫേസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്, സ്റ്റാറുണ്ട്, ഡെൽറ്റയുണ്ട്. പ്രൈമറിയിലും 3 ഫേസ്, സെക്കൻഡറിയിലും 3 ഫേസ്. ഇതാണ് 3 ഫേസ് ട്രാൻസ്ഫോമർ. 3 വൈൻഡിങ് ഉണ്ട് 2 സൈഡിലും, 3 സെറ്റ് വൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറിയിലും ഡെൽറ്റ, സെക്കൻഡറിയിലും ഡെൽറ്റ. പെട്ടെന്ന് ഡെൽറ്റയുടെ ഒരു വൈൻഡിങ് പൊട്ടിപ്പോയി. ഡെൽറ്റ പറഞ്ഞാൽ 3 ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും. ശരിക്കും ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരേണ്ടത്? നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഡെൽറ്റ. അപ്പോൾ ഈ ഡെൽറ്റയുടെ ഈ റെഡ് കളറിൽ കാണിച്ച സൈഡ് പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ അത് വി പോലെ വി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ VV അല്ലെങ്കിൽ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ കോൾഡ് VV കണക്ഷൻ, ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ വിളിക്കുന്ന പേരാണ്. അപ്പം ഈ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഏതെങ്കിലും പിന്നെ 3 ഫേസിൻ്റെ ഏതെങ്കിലും ഒരു വൈൻഡിങ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ കണക്ട് ചെയ്തിട്ട് 3 ഫേസ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു ഫേസിൻ്റെ, അല്ലെങ്കിൽ ഫോൾട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഫേസ് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് തന്നെ റൺ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു വൈൻഡിങ്, ഒരു ഫേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒഴിവാക്കുക, ഇനി വർക്ക് ചെയ്യിപ്പിക്കേണ്ട. പക്ഷേ ഇവിടെ ആ പൊട്ടിയത് വെച്ച് 2 വൈൻഡിങ് വെച്ചിട്ട്, അല്ലെങ്കിൽ 3 സിംഗിൾ ഫേസ് ഉപയോഗിച്ച് 3 ഫേസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരൊറ്റ 3 ഫേസ് സംഭവം ഉപയോഗിക്കുക, അല്ലെങ്കിൽ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക. അപ്പം ഈ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ കേടായ ബാക്കി 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മൾ സാധാരണ 3 ഫേസ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അതിനെയാണ് നമ്മൾ VV കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് സാധാരണ ഉള്ള നമ്മളെ ഡെൽറ്റ ബാങ്ക് ട്രാൻസ്ഫോമറിൻ്റെ ഡെൽറ്റ കണക്റ്റഡ് ട്രാൻസ്ഫോമറിനേക്ക് അതിൻ്റെ 57.7% കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചിത്രം വരച്ച് നോക്കി പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ടെർഷ്യറി വൈൻഡിങ് എന്ന് പറയുന്നത് സംഭവത്തെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിനെ നമ്മൾ സ്റ്റെബിലൈസിങ് വൈൻഡിങ് എന്ന് വിളിക്കാറുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ കോറിലാണ് ഇത് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ കോറിലാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്തത്. പോരാത്തതിന് പ്രൈമറി സെക്കൻഡറി കഴിഞ്ഞ് മൂന്നാമത്തെ വൈൻഡിങ്, ടെർഷ്യറി മൂന്നാമത്തെ വൈൻഡിങ് ആണിത്. അപ്പോൾ അത് എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, അത് പറയാം. അപ്പോൾ അതൊരു ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ് ആണ്, ഡെൽറ്റ കണക്ഷനാണ് അതുള്ളത്. ഓക്കെ, ഈ ചിത്രം പോലെ ചിത്രങ്ങൾ വരച്ച് വെക്കുക, അത്രേ ഉള്ളൂ. എന്താ അതിൻ്റെ പണി എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് പാത്ത് അഥവാ ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd ഹാർമോണിക് കറൻസിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 3rd ഹാർമോണിക് ഫ്ലക്സിനെ ക്യാൻസൽ ചെയ്യും. 3rd ഹാർമോണിക് ഉണ്ടാകുമ്പോൾ അത് ഇതിലേക്കൂടെയും കടത്തി വിട്ട് മറ്റേതിൽ കൂടെ ഉള്ളതിനെ ഇതിലൊരു ഫ്ലക്സ് ഉണ്ടാക്കി ഈ ഫ്ലക്സും ആ ഫ്ലക്സും ക്യാൻസൽ ചെയ്ത്, അത് എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ പഠിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ക്യാൻസൽസ് 3rd ഹാർമോണിക് ഫ്ലക്സ്. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യും? പ്രൈമറിയിൽ ഉണ്ടാകുന്ന അൺബാലൻസിങ്ങിനെ റിഡ്യൂസ് ചെയ്യും, രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിലറി സപ്ലൈ. നമുക്ക് വേറെ ഇപ്പോൾ സെക്കൻഡറിയിൽ നിന്നൊരു സപ്ലൈ കിട്ടും, അതേപോലെ ടെർഷ്യറിയിൽ നിന്ന് വേറെ സപ്ലൈ. സെക്കൻഡറിയിൽ നിന്ന് കിട്ടുന്നപ്പോൾ ഒരു 1000 വോൾട്ടേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ 1500 വോൾട്ടേജ് ആണെങ്കിൽ മറ്റേ ടെർഷ്യറിയിൽ നിന്ന് നമുക്ക് വേറെ വോൾട്ടേജ്, ഒരു 300 വോൾട്ടേജ് വേറെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഓക്സിലറി സപ്ലൈ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ ഫംഗ്ഷൻസ്. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് ടെർഷ്യറി വൈൻഡിങ് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ടെർഷ്യറി വൈൻഡിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വയ്ക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമേഴ്സാണ്. എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ. വാട്ട് ആർ ദി ഓർ എക്സ്പ്ലെയിനിങ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനുള്ള രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് കറണ്ട് ട്രാൻസ്ഫോമറും രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, CTയും PTയും.
അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ സി ടിയും ബി ടിയാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഇതിനെന്തുകൊണ്ടാണ് പേര് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ, മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ടാണ്. ഇപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയൊരു ലൈന് പോകുന്നുണ്ട്, അതിൽ കൂടെ ഒരുപാട് വലിയ കറണ്ടാണ് പോകുന്നത്. ഇത്രയും വലിയ കറണ്ട് അളക്കാൻ പാകത്തിലുള്ള അമ്മീറ്റർ നമ്മുടെ പക്കലില്ല. ആയിരക്കണക്കിന് വലിയ കറണ്ട് പോകുമ്പോൾ നമ്മുടെ അമ്മീറ്റർ കണക്ട് ചെയ്താൽ ചിലപ്പോൾ അത് അടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ ചെറിയ അമ്മീറ്റർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ കറണ്ട് അളക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ അമ്മീറ്ററിൽ എനിക്കിപ്പോൾ ഞാൻ ഇതിനാദ്യം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ കറണ്ട്, ഇപ്പോൾ ഒരു 10,000 ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഞാനൊരു 100 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ ആക്കി മാറ്റും. അപ്പോൾ 10,000 ആംപിയറാണ് ലൈനിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ആ 10,000 ആംപിയറിനെ 10 ആംപിയർ ആക്കി മാറ്റും. ഓക്കെ. അപ്പോൾ 5,000 ആംപിയർ ആണെങ്കിലോ 5 ആംപിയർ, 20,000 ആംപിയർ ആണെങ്കിലോ 20 ആംപിയർ. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു റേഷ്യോയിൽ ഈ കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഞാൻ ആ കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മുടെ അമ്മീറ്ററിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ചെറിയ അമ്മീറ്ററിന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ അമ്മീറ്ററിൽ മെഷർ ചെയ്യുന്നത് 10,000, 20,000, 5,000 ഒന്നുമല്ല, പകരം 5, 10, 20 പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഈ ചെറിയ അമ്മീറ്ററിൽ 5 ആംപിയർ മെഷർ ചെയ്യുക അല്ലെങ്കിൽ 10 ആംപിയർ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഈ 10 ആംപിയർ വരാൻ കാരണം ഈ കറണ്ട് ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ 10,000 ആംപിയറിനെ ചെറുതാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അമ്മീറ്ററിൽ 10 ആംപിയർ മെഷർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ ലൈനിൽ വന്നത് എത്രയാണ്? 10,000. ഈ അമ്മീറ്ററിൽ 5 ആംപിയർ മെഷർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ ലൈനിൽ വന്നത് എത്രയാണ്? 5,000. ഈ അമ്മീറ്ററിൽ 20 ആംപിയർ മെഷർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ലൈനിൽ വന്നത് എത്രയാണ്? 20,000. എന്തുകൊണ്ടാണ് പിന്നെ അത് കുറഞ്ഞത് കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട്. ഇങ്ങനെ നമ്മുടെ അമ്മീറ്ററിന് മെഷർ ചെയ്യാൻ പാകത്തിൽ ഇതിനെ ചെറുതാക്കി മാറ്റുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് കറണ്ട് ട്രാൻസ്ഫോമർ. കിട്ടിയല്ലോ. അപ്പോൾ ഈ കറണ്ട് ട്രാൻസ്ഫോമറിനെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് അമ്മീറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, ഇതിൽ 2.5 ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ ഇനി 2.5 എന്ന് മാർക്ക് ചെയ്യേണ്ട, പകരം എത്ര മാർക്ക് ചെയ്യാം? 2,500. അതുപോലെ 5 ആംപിയർ ആണ് മെഷർ ചെയ്ത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നേരെ 5 ആംപിയർ എന്ന് എഴുതണ്ട, നമ്മൾ അമ്മീറ്ററിൽ എഴുതുമ്പോൾ എന്ത് എഴുതി വയ്ക്കുക? അതിൻ്റെ ഡയലിൽ റീഡിങ്ങിൽ അമ്മീറ്ററിൻ്റെ ആ സ്ഥലത്ത് റീഡിങ് എടുക്കുന്ന സ്ഥലത്ത് നമുക്കറിയാം 5 ആംപിയർ എന്ന് പറഞ്ഞാൽ അത് 5,000 ആണ്. അപ്പോൾ 5,000 എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ, അപ്പോൾ ഇങ്ങനെ ഈ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈൻഡിങ് ഇങ്ങനെ പ്രൈമറി സീരീസ് ആയിട്ട് ഇതിലേക്കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിയിൽ അമ്മീറ്റർ കണക്ട് ചെയ്തു. സി ടി യൂസ് ചെയ്യുന്ന ലോ റേഞ്ച് അമ്മീറ്റേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഹൈ വോൾട്ടേജ് AC സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാനാണ്. അതേപോലെ തന്നെ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, കറണ്ടിനെ പ്രൈമറിയിൽ വലിയ കറണ്ടാണ്, ആ വലിയ കറണ്ടിനെ നമ്മൾ ചെറിയ കറണ്ടാക്കി കുറയ്ക്കുക ചെയ്യുന്നത്. ശരിക്കും ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസാണ്. P = V × I ആണ്. ഓക്കെ. P കോൺസ്റ്റൻ്റാണ്. അപ്പം V എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ I എന്ന് പറയുന്നത് കുറയണം. V എന്ന് പറയുന്നത് കുറയുകയാണെങ്കിൽ I എന്ന് പറയുന്നത് കൂടണം. എന്നാലാണ് P എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസാണ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇവിടെ സെക്കൻഡറിയിലെ കറണ്ടിന് എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയേക്കാൾ കുറയാണ്. കാരണം കറണ്ടിനെ കുറയ്ക്കാനാണ് ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. കറണ്ടിനെ കുറയ്ക്കുമ്പോൾ അവിടെ വോൾട്ടേജിന് എന്ത് സംഭവിക്കും? വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റാണ്. വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. വോൾട്ടേജ് കൂടുന്ന ട്രാൻസ്ഫോമറിനെ നമ്മളെന്താ വിളിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഓക്കെ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ആ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. നമ്മളിപ്പോഴും സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ പറയുന്ന വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാകുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എവിടെ കൂടുതൽ വെച്ചാൽ സെക്കൻഡറി, പ്രൈമറിയിൽ കുറവാണ്. അടുത്ത പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം നോക്കുക. പ്രൈമറി ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തു, സപ്ലൈ ആയിട്ട് സെക്കൻഡറിൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തു. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ അതേപോലെ തന്നെയാണ്. വലിയ ലൈനിലുള്ള വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ചെറിയ വോൾട്ട്മീറ്റർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ആദ്യം വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, ചെറുതാക്കണം. അങ്ങനെ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എന്നിട്ട് ഈ വോൾട്ട്മീറ്ററിൽ മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെന്തിനാണ്? PT ഈസ് യൂസ്ഡ് വിത്ത് ലോ റേഞ്ച് വോൾട്ട്മീറ്റേഴ്സ് ടു മെഷർ വോൾട്ടേജസ് ഇൻ ഹൈ വോൾട്ടേജ് AC സർക്യൂട്ട്സ്. ഹൈ വോൾട്ടേജുള്ള AC സർക്യൂട്ടിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് നമ്മൾ PT യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജിനെ നമ്മളിവിടെ കുറച്ചിട്ടാണ് അത് വോൾട്ട്മീറ്ററിലേക്ക് കൊടുക്കുക. വോൾട്ടേജിനെ കുറക്കുമ്പോൾ നമ്മളതിനെ സ്റ്റെപ്പ് ഡൗൺ എന്ന് തന്നെ പറയാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ
PT എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ആണ്, CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കുറവാണ് അല്ലേ. വോൾട്ടേജ് കുറവെന്ന് പറഞ്ഞാൽ ടേൺസും കുറവാണ്, ആ പ്രൈമറിയിലെ ടേൺസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു വിഷയമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു കോർ, ആ ഒരു ഇത് കാണിച്ചിട്ടുള്ളത് ഒരു കോറാണ്, ഈ കാണിച്ചിരിക്കുന്നത് കോറാണ്. ഓക്കെ, അപ്പോൾ കോറ് ഒരൊറ്റ കോറ്, ഈ കോറിൽ ഒരൊറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിനെ നമ്മൾ വിളിക്കാറുണ്ട്, സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൈമറി എടുത്തിട്ടതാ, ഇവിടെ ഇങ്ങനെ പ്രൈമറി എടുത്തു, അതേ ഈ ഇവിടെ ഇങ്ങനെ വൈൻഡിങ് ചുറ്റി വെച്ചിട്ടുണ്ട്, ഇതേ വൈൻഡിങ് തന്നെയാണ് നമ്മൾ സെക്കൻഡറി എടുക്കുന്നത്. അപ്പോൾ കോമൺ വൈൻഡിങ് ആണ്, പ്രൈമറിക്കും സെക്കൻഡറിക്കും കോമൺ ആയിട്ടുള്ള വൈൻഡിങ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇറ്റ് ഹാസ് ഓൺലി വൺ വൈൻഡിങ്, സിംഗിൾ വൈൻഡിങ്ങേ ഉള്ളൂ. ആ വൈൻഡിങ്ങിൻ്റെ ഒരു പാർട്ട് പ്രൈമറിക്കും സെക്കൻഡറിക്കും കോമൺ ആണ്. ഏത് പാർട്ടാണ് അത്? ഇതിൽ ഈ ചിത്രത്തിലാണെങ്കിൽ ഇത്രയും പോർഷൻ പ്രൈമറിക്കും സെക്കൻഡറിക്കും എന്താണ് വൈൻഡിങ് കോമൺ ആണ്. അതേപോലെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ബൈ E2/E1 എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ഇവിടെ E2 എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ വോൾട്ടേജ് ആയിരിക്കും, ചെറുതല്ല ഇവിടെ. ഈ കേസിൽ ഹൈ വോൾട്ടേജിലും ഉണ്ടാക്കാം, ഈ കേസിൽ ലോ വോൾട്ടേജ്. അപ്പോൾ LV/HV <1 ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സാധാരണ പവർ ട്രാൻസ്ഫോമറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. ഇവിടെ ഇൻഡക്ഷൻ മാത്രമല്ല കണ്ടക്ഷനും ഉണ്ട്. കാരണം ഈ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തിട്ടാണ്, പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇൻഡക്ഷൻ മാത്രമല്ല കണ്ടക്ഷൻ നടക്കും. ബോത്ത് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ബോത്ത് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷനാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ഇത് വൺ വൈൻഡിങ്ങേ ഉള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഒരു വൈൻഡിങ് ഉള്ളൂ, സിംഗിൾ വൈൻഡിങ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിന് കോപ്പർലെസ് കോപ്പർ മതി, കുറച്ച് കോപ്പർ മതി. അപ്പോൾ കോപ്പർ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഇൻസുലേഷൻ മതി. ഇൻസുലേഷൻ കോപ്പറും കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവ് മാത്രമല്ല, അതിന് കുറച്ച് വോളിയം മതി നിൽക്കാനായിട്ടുള്ളത്. മാത്രമല്ല ഈ കോപ്പർ കുറഞ്ഞുകൊണ്ട് കോപ്പർ ലോസ് കുറവായിരിക്കും, അയൺ ലോസ് കുറവായിരിക്കും, കോറൊക്കെ ചെറുതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസസ് കുറവായതുകൊണ്ട് എഫിഷ്യൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സേവിങ് ഇൻ കോപ്പറൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒരു കണക്ക് കൂട്ടി ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് ഡെറിവേഷനും കാര്യങ്ങളും പഠിക്കാം. പിന്നെ കണ്ടക്ഷൻ വഴി കിട്ടിയിട്ടുള്ള കണക്ക് കാണാം. അപ്പം കണ്ടക്ഷൻ വഴി എത്ര പവർ, ഇൻപുട്ട് പവർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇൻറ്റു ഇൻപുട്ട്, അതാണ് കണ്ടക്ഷൻ വഴി ഔട്ട്പുട്ടിലെത്തിയിട്ടുള്ള പവർ. ഇനി ഇൻഡക്ഷൻ വഴി ഔട്ട്പുട്ടിലേക്ക് എത്തി. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻപുട്ടിലുള്ള പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പണിയാണ് ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ടിലേക്ക്. അപ്പം കണ്ടക്ഷൻ വഴിയും ട്രാൻസ്ഫർ ചെയ്തു, ഇൻഡക്ഷൻ വഴിയും ട്രാൻസ്ഫർ ചെയ്തു. കണ്ടക്ഷൻ വഴി എത്ര ട്രാൻസ്ഫർ ചെയ്തു എന്ന് കാണണമെങ്കിൽ കെ ഇൻറ്റു ഇൻപുട്ട് പവർ കണ്ടക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്തു, 1 - K ഇൻറ്റു ഇൻപുട്ട് പവർ ഇൻഡക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്തു. കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 0.5 ആണ്. ഇൻപുട്ട് ഒരു 100 kVA ആണ്, അല്ലെങ്കിൽ ഓക്കെ 100 kVA ആണെന്നുണ്ടെങ്കിൽ 100 kVA ഇൻറ്റു 0.5, അപ്പോൾ എത്രയാണ് 50 kVA. 1 - K ഇൻറ്റു ബാക്കിയുള്ളത് 1 - K ആണ്, 1 - 0.5, അപ്പോൾ അതും 0.5 ആണ്. 0.5 ഇൻറ്റു 100 kVA, ബാക്കി 50 kVA ആണ് കണ്ടക്ഷൻ വഴി. ആ രീതിയിൽ. ഇനിയിപ്പോൾ 0.8 ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കണക്ട് ചെയ്യാം.